മക്കൾക്ക് വേണ്ടി അപ്പന്മാർ നിർമ്മിച്ച തുടക്കം. മീനുമോൾ അവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. എലിയുടെ കുഞ്ഞും നെല്ല് തൊലിക്കും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. മാതാപിതാക്കളുടെ അതേ വഴിയെ മക്കളും വരും എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണിത്. ഡോക്ടറുടെ മക്കൾ ഡോക്ടറാകുന്നത് പോലെ, കച്ചവടക്കാരുടെ മക്കൾ കച്ചവടക്കാരാകുന്നത് പോലെ നടൻ മോഹൻലാലിന്റെ മകൻ പ്രണവിന്റെ പിന്നാലെ മകൾ വിസ്മയെയും അഭിനയ രംഗത്ത് തുടക്കം കുറിക്കുകയാണ് തുടക്കം എന്ന ചിത്രത്തിലൂടെ. മകളുടെ തുടക്കം ഒടുക്കമാകാതിരിക്കുവാൻ ഒരു സ്നേഹനിധിയായ അച്ഛൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറ്റാവുന്ന സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ താരമൂല്യം കൂട്ടുവാൻ അദ്ദേഹം ഒരു അതിഥി താരമായി അതിൽ അഭിനയിക്കുന്നുമുണ്ട്. ഇതിൽ കൂടുതൽ ഒരു പിതാവിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഏതെങ്കിലും ഒരു നടന്മാർക്ക് ഇത്രയും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുമോ? മോഹൻലാലിന്റെ ഡ്രൈവറും ബിനാമിയുമായ ആന്റണി പെരുമ്പാവൂരിനെ നിർമ്മാതാവാക്കി അവിടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസായ ആശീർവാദ് സിനിമാസ് ആണ് മകളുടെ തുടക്കം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഓം ശാന്തി ഓശാനയിൽ നസ്രിയെ സ്റ്റാറാക്കിയ അതേ പാടവത്തോടെ, അതേ കയ്യിറക്കത്തോടെ തന്റെ മകളെയും ഒന്ന് മിന്നിച്ചെടുക്കുവാൻ മോഹൻലാൽ കണ്ടുപിടിച്ചത് മറ്റാരെയുമല്ല, പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ജൂഡ് ആന്റണി ജോസഫിനെ തന്നെയാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും ഈ ചിത്രത്തിൽ വില്ലനായി അഭിനയിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകതയും ഉണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി വന്ന മോഹൻലാൽ നായകനായി മാറിയത് ചരിത്രം. ജൻസികളുടെ മനസ്സിൽ ഇടം നേടുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ആക്ഷൻ ത്രില്ലർ പടത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അഖിൽ ജോർജ്, ജോമോൻഡി ജോൺ എന്നിവരും ചേർന്നാണ്. സംഗീതം ജേക്സ് ബിജോയിയും ചിത്രത്തിന്റെ സാഹസിക രംഗങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് യാനിക് ബെൻ സ്റ്റൻസെൽവയും ചേർന്നാണ്. മോഹൻലാലിന്റെ മകൻ പ്രണവിനെ അഭിനയ ഭ്രമണപഥത്തിൽ എത്തിക്കുവാൻ മോഹൻലാൽ തെരഞ്ഞെടുത്തത് ജിത്തു ജോസഫിനെ ആയിരുന്നു. അക്രോബാറ്റിക്സിൽ അസാധ്യമായി വഴക്കമുള്ള പ്രണവിന്റെ ആ സ്കിൽ സമർത്ഥമായി ഉപയോഗിച്ച് ആദി എന്ന ചിത്രത്തിലൂടെ പ്രണവിനെ മോശമല്ലാത്ത രീതിയിൽ ജിത്തു ജോസഫ് മലയാള സിനിമയിൽ പൊസിഷൻ ചെയ്തു. പ്രണവ് മിനക്കെട്ട് അഭിനയിക്കുകയായിരുന്നു എങ്കിൽ ആശീർവാദ് സിനിമ ദോശ ചൂടുന്നത് പോലെ പടം പിടിച്ച് തള്ളിയേനെ. മലയാളികൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നേനെ. അതുപോലെ മകൾ വിസ്മയെയും തായ്ലൻഡിൽ നിന്നും മ്യായ് തായ് എന്ന മാർഷൽ ആർട്സിൽ പരിശീലനം നേടിയിട്ടുണ്ട്. അവരുടെ ഈ സ്കില്ലിനെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു തിരക്കഥയാണ് മോഹൻലാൽ മകൾക്ക് വേണ്ടി തുടക്കത്തിൽ തയ്യാറാക്കിച്ചത്. ആരും വൗ എന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. ഞങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ പ്രേക്ഷകരെ. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫറായി എത്തുന്ന വില്ലേജ് ഓഫീസർ രവി ബാലചന്ദ്രന്റെയും മകൾ മീനുവിന്റെയും സാധാരണ ജീവിതത്തിലൂടെ സിനിമ ആരംഭിക്കുന്നു. രവി ബാലചന്ദ്രനായി സായി കുമാറും മകൾ മീനുവായി വിസ്മയ മോഹൻലാലും അഭിനയിക്കുന്നു. ആദ്യ പകുതിയിൽ ഒരു ഫാമിലി ഡ്രാമയായി നീങ്ങുന്ന ചിത്രം രണ്ടാം പകുതിയിൽ പൂർണ്ണമായും ഒരു ആക്ഷൻ സർവൈവൽ ത്രില്ലറായി മാറുന്നു. അപകടങ്ങളിൽ പതറാതെ തന്റെ ഉള്ളിലെ കരുത്തും മാർഷൽ ആർട്സ് അടക്കമുള്ള സ്വയം പ്രതിരോധ മാർഗങ്ങളും ഉപയോഗിച്ച് മീനു വില്ലന്മാർക്കെതിരെ ശക്തമായി പോരാടുന്നതും അതിജീവിക്കുന്നതുമാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ്. മോഹൻലാലിന്റെ മകൾ അഭിനയിക്കുന്ന ആദ്യ ചിത്രം എന്ന കൗതുകം ഈ ചിത്രത്തിന് ഉള്ളത് കൊണ്ട് തന്നെ വലിയ മാധ്യമ ശ്രദ്ധയും വാർത്താ പ്രാധാന്യവും ഈ ചിത്രത്തിന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിന് മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്. സിനിമ റിവ്യൂ ചെയ്യുന്ന സകലരെയും കയ്യിലെടുത്ത് വലിയ വലിയ റിവ്യൂകൾ ഇതിനോടകം വന്നും കഴിഞ്ഞു. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കും. ഇന്ന് രാവിലെ 9:30 ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം. അതിനുശേഷം ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ ഭാര്യയും മകനും മകളും ഒക്കെ ചേർന്ന് മാധ്യമങ്ങളെ കണ്ടത് കാണുക. ജീവിതത്തിലെ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം റിലീസിന് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ പ്രത്യേകതയുള്ള ആദ്യ ദിവസമാണ് എനിക്ക്. കാരണം ആശീർവാദിന്റെ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം വന്ന് നമ്മൾ ഇങ്ങനെ നിന്നിട്ടില്ല. ഇത് വളരെ വളരെ സ്പെഷ്യലാണ്. കാരണം മോഹൻലാൽ സാറിന്റെ മകൾ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ ലാൽ സാറിനെ മലയാളികൾക്കെല്ലാം അത്ര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ലാൽ സാറിന്റെ മകളാകുമ്പോൾ മലയാളികൾക്കത് പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ആ സ്നേഹത്തോടു കൂടിയാണ് ഈ സിനിമയെ തുടക്കം മുതൽ അതിന്റെ കൂടെ യാത്ര ചെയ്തത്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞപ്പോൾ പല ഭാഗത്തു നിന്നും വിളിച്ച് അറിയിക്കുന്ന സന്തോഷം കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജൂഡ് അതിന് ഏറ്റവും കൂടുതൽ ജൂഡാണ് ഈ സിനിമയുടെ ഡിസ്കഷൻ മുതൽ ഇവിടെ ഈ സമയം വരെ അതിന്റെ കൂടെ നിന്ന് എല്ലാ കംഫർട്ടും കൊടുത്ത് വർക്ക് ചെയ്ത്. അപ്പൊ വിസ്മയുടെ ആദ്യമായ തുടക്കം എന്ന ചിത്രത്തിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചതിന്
എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. അതിയായ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം പറയുന്നു. കൂട്ടത്തിൽ എൻ്റെ മകനും അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം വിസ്മയുടെ കൂട്ടത്തിൽ, മോഹൻലാൽ സാറിന്റെ മകളുടെ കൂട്ടത്തിൽ എൻ്റെ മകനും ഒരു വേഷം ചെയ്യാൻ പറ്റിയതിൽ, അവന്റെ ആദ്യ ചിത്രം എന്നുള്ള നിലയിൽ അതും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ സപ്പോർട്ടും എല്ലാവരുടെയും വേണം. അതിയായ സ്നേഹത്തോടെ പറയുന്നു. എല്ലാവരും സിനിമ കാണണം. വളരെ സ്നേഹത്തോടെ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. എങ്ങനെയുണ്ട് മകളുടെ അഭിനയം? എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ആരെയും അഭിനയം വിലയിരുത്താൻ ഞാൻ ആരും അല്ല. പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റാത്ത സന്തോഷമുണ്ട്. മായയ്ക്ക് മാത്രമല്ല, ഈവൻ ആശിഷ്, രണ്ടുപേരും ചെറുപ്പത്തിലൊരു ജനിച്ചപ്പറന്ന് കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നത് കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എല്ലാ റിപ്പോർട്ട്സ് ഇതുവരെ കേൾക്കുന്നത് നല്ല നല്ല റിപ്പോർട്ട്സ് ആയതുകൊണ്ട് they're blessed. അതിന്റെ മുമ്പ് എന്റെ ഫാദറിന്റെ ഒപ്പം. യെസ്, ഐ എം എൻജോയിങ് ദ ജേർണി. സോ ഇതുവരെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ എക്സ്പീരിയൻസ് പറയാനൊന്നുമില്ല. എല്ലാവരുടെയും പോലെ ലൈക്ക് എ ഡോട്ടർ, എ വൈഫ്, എ മദർ, ആ ജേർണി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി. ഇല്ല, ചേട്ടൻ കണ്ടു, സിനിമ കണ്ടു, പക്ഷെ ഇപ്പൊ ഇല്ല ഇവിടെ. ഹീസ് ട്രാവലിംഗ്. I hope everyone likes it. Please go watch it. And I had an amazing time shooting this movie. And Ashish അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട്. സോ പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. അഭിപ്രായം പറയണം. പിന്നെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് ഗോസ് ടു ജൂഡേട്ടൻ, ബിക്കോസ് ആദ്യം തൊട്ട് അവസാനം വരെ ഇതിനകത്ത് ജോലി ചെയ്ത് ജൂഡേട്ടനാണ്. അത് പിന്നെ യു ഗൈസ് ഷുഡ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ് ആൻഡ് ബിക്കോസ് ഷീ വാസ് ദാറ്റ് ഗുഡ് ആൻഡ് ഇല്ല, ഭയങ്കര സന്തോഷം. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. ഫാമിലി ആയിട്ട് കാണുക. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന. അല്ല, അത് നിങ്ങൾ കാണും. ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പൊ ഈ സമയത്ത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിനിമ കാണൂ. ബേസിക്കലി എല്ലാവരും പോയി സിനിമ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ നാളോട് പറയണം. ഇപ്പം അത് മാത്രം ചിന്തിച്ചാൽ നല്ലൊരു സിനിമയായിട്ട് കാണും. നല്ല സിനിമയാണ്, എനിക്ക് നല്ല ഉറപ്പ്. തിയേറ്റർ റെസ്പോൺസ് നല്ലതായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന എന്ന രീതിയിൽ കയ്യടികളും വിസിലടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്വന്തം പടത്തിനെ പറ്റി ഞാൻ സംസാരിക്കാറില്ല, പ്ലീസ്. വെരി നൈസ്, വെരി നൈസ്. പുലിക്ക് പൂനക്കുട്ടി പറക്കുമോ എന്നൊക്കെ തരത്തിലുള്ള റിവ്യൂകൾ അണിയറയിൽ അണ്ണന്മാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിസ്മയ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ഉടനെ ആവശ്യമുണ്ട്. ആന്റണി ചേട്ടനെ താല്പര്യമുള്ളവർ ഉടനെ വിളിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.